ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് APS സിൻഡ്രോമിനെ പറ്റി നോക്കാം. ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോമാണിത്. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറാണ്. ഇപ്പം ഇതിൽ ശരീരത്തിൽ മദറിൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടാകും. അത് സെൽസിൻ്റെ ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിനിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവും. ആർട്ടറിയിലും വെയിനിലും എല്ലാം ബ്ലഡ് ക്ലോട്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ ഇൻ്റർഫിയർഡ് ആവും. അപ്പോൾ ഇത് പ്ലാസൻ്റയിലെ ബ്ലഡ് വെസൽസിൽ ക്ലോട്ട്സ് വന്നു കഴിഞ്ഞാൽ പ്ലാസൻ്റയുടെ പ്രവർത്തനം കുറയും. അങ്ങനെ വരുമ്പോൾ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു പോകാം. കുഞ്ഞിന് വളർച്ചക്കുറവ് വരാം. പ്ലാസൻ്റ വേർപെടൽ, അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്നുള്ള പ്രശ്നം ഉണ്ടാകാം. പിന്നെ മദറിന് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ വരാം. പ്രീ എക്ലാംസിയ എന്നുള്ള കണ്ടീഷൻ വരാം. ബേബി ഉള്ളിൽ മരിച്ചു പോകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലഡിൽ ലൂപ്പസ് ആൻറ്റികോയാഗുലൻ്റ് ടെസ്റ്റ്, ആൻറ്റി കാർഡിയോലൈപ്പിൻ ആൻറ്റിബോഡി ടെസ്റ്റ്, ബീറ്റ-2 ഗ്ലൈക്കോപ്രോട്ടീൻ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി മുതൽ നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഗുളികകളോ ഇഞ്ചക്ഷനോ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ സാധാരണ കൊടുക്കുന്നത് ലോഡോസ് ആസ്പിരിൻ ഗുളികയും അതേപോലെ ലോഡോസ് ഹെപ്പാരിൻ ഇഞ്ചക്ഷനുമാണ്. ഇത് എടുക്കുന്നത് വഴി ഈ ബ്ലഡ് ക്ലോട്ടിങ് വരാതെ ഇരിക്കാനും അതേപോലെ പ്ലാസൻ്റയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാനും അങ്ങനെ പ്രഗ്നൻസി മിസ്കാരേജസ് ഒഴിവാക്കാനും പ്രഗ്നൻസി കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, പ്രീ എക്ലാംസിയ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്നിവ ഒഴിവാക്കാനും അങ്ങനെ നല്ല രീതിയിൽ പ്രഗ്നൻസി മുന്നോട്ട് പോയി ഹെൽത്തിയായ ബേബീനെ കിട്ടാനും നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മിസ്കാരേജുകളോ സ്റ്റിൽ ബർത്തോ ഒക്കെ വന്നിട്ടുള്ളവർ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ എടുത്താൽ 90% വരെയും പ്രഗ്നൻസി സേവ് ചെയ്ത് നല്ല രീതിയിൽ അമ്മയും കുഞ്ഞും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ളവരെല്ലാം ഈ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്.